നമസ്കാരം. എല്ലാവരും നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒട്ടേറെ ആളുകൾ വിളിച്ചു പറഞ്ഞു, എന്തോരു ഗംഭീരമായിട്ട് നിങ്ങൾ ആ ഹിമാലയ യാത്ര ചിത്രീകരിച്ചു, എത്ര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു, എത്ര സാഹസികമാണ് ആ യാത്ര, അതിൻ്റെ ബാക്കി ഭാഗം കാണുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ. അത് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ യാത്രക്കാരൻ തന്നെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തൻ്റെ യാത്രകൾ മറ്റുള്ളവരെ കാണിക്കണമെന്നും തൻ്റെയും കൂട്ടാളികളുടെയും യാത്ര നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയത് ടംഗ്ലിൻ എന്ന സ്ഥലത്ത് നിന്ന് സത്ലജ് നദി ക്രോസ് ചെയ്യുന്ന വളരെ സാഹസികമായ ഒരു രംഗമാണ്. ആ രംഗം ഇപ്പം നിങ്ങൾക്ക് പുറകെ കാണാൻ കണ്ടല്ലേ, അങ്ങനെ അതിലൂടെ പാസ് ചെയ്താണ് അവർ ഈ കിന്നര കൈലാസത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇതിൻ്റെ പിന്നീടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ദുഷ്കരമാണ്. ഇത് നമ്മൾ പോകുന്ന ഈ തൂങ്ങിക്കിടക്കുന്ന കമ്പിയിൽ ഉള്ളൊരു ചാഞ്ചാട്ടത്തോടു കൂടിയുള്ള യാത്രയാണ് ദുഷ്കരമെങ്കിൽ, പിന്നീടുള്ള യാത്രയുടെ വിഷമങ്ങളും അവരനുഭവിച്ച കഷ്ടപ്പാടുകളും അവരനുഭവിച്ച സുഖങ്ങളും ഹരി നമ്മൾക്കായി പറഞ്ഞു തരും. നമുക്ക് കേൾക്കാം, കാണാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഹിമവാന്റെ ആ സൗന്ദര്യം, അല്ലെങ്കിൽ അത് എത്ര തന്നെ പറഞ്ഞാലും എത്രത്തോളം അത് വിഷ്വൽ നമ്മൾ കോപ്പി ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒരു അംശം മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരു സത്യമാണ്. എങ്കിൽ പോലും ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ നിർത്തിയതിൻ്റെ ബാക്കി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് സത്ലജ് എന്ന് പറയുന്ന നദി ക്രോസ് ചെയ്ത് ഇപ്പുറം വന്ന് അവിടെ നിന്നാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം ഒരു സൈഡ് 25 കിലോമീറ്ററോളം വരുന്ന ട്രക്കിംഗ് ആണ് കിന്നര കൈലാസത്തിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങൾ, അതായത് അവിടുത്തെ ദേശാധിപത്യമുള്ള ക്ഷേത്രങ്ങളെ ദർശനം നടത്തുന്ന കാര്യം ആദ്യം പറയുകയുണ്ടായി, അതിൻ്റെ വിഷ്വലും കാണിക്കുകയുണ്ടായി. 2 കൂട്ടം കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അവിടെയുള്ള കിന്നരന്മാർ ധരിക്കുന്ന, അല്ല ഗ്രാമവാസികൾ ധരിക്കുന്ന ഒരു പ്രത്യേക തരം തൊപ്പി ധരിച്ചുകൊണ്ട് വേണം അകത്ത് കടന്ന് ദർശനം നടത്താൻ. അങ്ങനെയാണ്. അതുകൂടാതെ അവിടുത്തെ ക്ഷേത്ര നിർമ്മാണം മാത്രമല്ല, അവിടെ പരമ്പരാഗത ശൈലിയിലുള്ള പഴയ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കല്ലും അതുപോലെ തന്നെ ദേവദാരു വൃക്ഷത്തിന്റെ തടിയും. ഇത് രണ്ടും കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ അടുക്കടുക്കായിട്ടാണ് ഇതിന്റെ നിർമ്മാണം. ഈ 2 കൂട്ടം കാര്യങ്ങളാണ് നമുക്ക് അവിടെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുക. അതുകൂടാതെ ഇനിയിപ്പോൾ യാത്ര അങ്ങോട്ട് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നമുക്ക് സാധാരണ ഒരു കാലാവസ്ഥ തന്നെയാണ്. തണുപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു കാലാവസ്ഥയാണ്. പോകുന്ന വഴിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തന വിരസത ഒഴിവാക്കാം. ആപ്പിളും ഇങ്ങനെയുള്ള പല വൃക്ഷങ്ങൾ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള ചില പ്രത്യേക ഗ്രാമവാസികൾ, എന്നുവെച്ചാൽ പുല്ലും അതുപോലെ തന്നെ വിറകും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഗ്രാമവാസികൾ, പരമ്പരാഗത ശൈലിയുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രത്യേകതരം കെട്ടിടങ്ങൾ. അതിൽ ആദ്യത്തെ ഒരു വിശ്രമ കേന്ദ്രം അതുപോലെ ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗമായിരുന്നു. അവിടുന്ന് പിന്നെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് അത് എന്തുകൊണ്ടാണെന്നറിയില്ല, തീ പിടിച്ച് നശിച്ച കുറച്ച് കാറ്റാടി മരങ്ങൾ അത് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് മുകളിലേക്ക് കയറ്റത്തിന്റെ കാഠിന്യം വളരെ കൂടുതലായിരുന്നു.
दक्षं सुभिक्षं गङ्गाङ्गं दिव्यलिङ्गं गजमुखविनुतं सान्नपूर्णा समक्षम् वेदार्थं व्यासपीठं सुरमुनिसहितं शान्तिकान्तं सकान्तं विश्वेशं चित्प्रकाशं श्रितजनवरदं काशीनाथं नमामि। കണ്ടില്ലേ ഈ യാത്രയുടെ ഒരു എന്താ പറഞ്ഞ ആ കാഠിന്യം. നമ്മൾ ഈ സന്യാസിമാരൊക്കെ ഇങ്ങനെ ഈ ഹിമാലയത്തിലേക്ക് സന്യാസത്തിനായി തിരഞ്ഞെടുക്കുന്നതിനൊരു കാര്യം, ഇവിടെ മറ്റ് സുഖ സൗകര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. ഓക്സിജൻ പോലും, ശ്വാസം പോലും എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ലഭ്യമാകുന്ന സ്ഥലത്ത് നിന്ന് ശ്വാസമേ ലഭ്യമാകാത്ത സ്ഥലത്ത് വളരെയധികം വിഷമിച്ച് എല്ലാ പ്രായക്കാരും ഇവിടെ യാത്ര ചെയ്യുന്നു. ഇവരുടെ കൂട്ടാളികളും അതിനോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇവരും ശരിക്കും പറഞ്ഞാൽ ഒരു ത്യജിക്കൽ കൂടിയാണ് ഈ ഹിമാലയ യാത്ര എന്ന് പറഞ്ഞാൽ. സ്വന്തം മനസ്സിനെയും ശരീരത്തെയും അല്പനേരത്തേക്ക് വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരിക, ആ വിശ്രമാവസ്ഥ ഒരു ത്യാഗത്തിൻ്റെ ഭാഗമാകുക, വളരെ മനോഹരമായ വന്യമായ കാഴ്ചകൾ കാണുക, ഇതെല്ലാം ഇവർ അനുഭവിക്കുന്നതാണ്. എങ്കിൽ കൂടി ഈ യാത്രയുടെ ആ ദുഷ്കരമായ അവസ്ഥ നമ്മളെ ശരിക്കും പറഞ്ഞാൽ എന്നൊന്ന് ചിന്തിപ്പിക്കും അല്ലേ. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റത്തിന്റെ കാഠിന്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതായത് പോകുന്ന വഴിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഘടനയോട് കൂടിയിട്ട്, എന്നുവെച്ചാൽ കൗതുകകരമായിട്ടുള്ള ഘടനയോട് കൂടിയിട്ടുള്ള ദേവദാരു വൃക്ഷങ്ങൾ ധാരാളം കാണാൻ സാധിച്ചു. പ്രത്യേക ശിഖരങ്ങളും, അത് പ്രത്യേക രീതിയാണ് അതിന്റെ കാഴ്ച. അതുകൂടാതെ മുകളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ അരുവികൾ, അതിന് കുറുകെയുള്ള ഒന്നും രണ്ടും ചെറിയ തടി ചേർത്ത് വെച്ച ചെറിയ മരപ്പാലങ്ങൾ, അതിൽ കൂടെയുള്ള യാത്ര കുറച്ച് അപകടം പിടിച്ചതും എന്നാൽ വളരെ രസമുള്ള യാത്രയായിരുന്നു മുകളിലേക്കുള്ള പിന്നീടുള്ള ട്രക്കിംഗ്. രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയോട് കൂടിയിട്ട് താഴെ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പായിട്ടുള്ള അന്ന് വൈകുന്നേരത്തെ ആദ്യത്തെ ക്യാമ്പ് ആഷിക്കി പാർക്ക് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ എത്തിച്ചേർന്നപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് സമയം. ദൂരം ഒരു 16 കിലോമീറ്ററോളം മാത്രമേ ഞങ്ങൾക്ക് അന്ന് കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ.
അവിടെ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ അതിന് 2 കിലോമീറ്റർ മുമ്പ് തന്നെ കാലാവസ്ഥ തീരെ മോശമായിരുന്നു. അതായത് മൂടൽമഞ്ഞ് കൊണ്ട് തൊട്ട് മുമ്പിലെ കാഴ്ചകൾ പോലും ഞങ്ങൾക്ക് കാണാൻ പലപ്പോഴും സാധിച്ചില്ല. അതുകൂടാതെ വളരെ അപകടം പിടിച്ച ട്രക്കിംഗ് പാതകളും കൂടെയുള്ള പ്രായമുള്ള 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് നിയന്ത്രിക്കാനും അവരെ ഒന്ന് വഴി കാണിക്കാനും അതിനും ഇടയ്ക്ക് നിൽക്കേണ്ടി വന്നു. അതുകൂടാതെ തന്നെ 2 പോർട്ടർമാർ അതിന് സഹായിച്ചു. എങ്കിലും ദൂരം അതുപോലെ തന്നെ ട്രക്കിങ്ങിന്റെ പാതകളും വളരെ ബുദ്ധിമുട്ടായിരുന്നു പോകുന്ന വഴിക്ക്. മുകളിലേക്ക് എത്താറായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ മൂടൽമഞ്ഞ് അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. തൊട്ടു മുമ്പിലെ കാഴ്ചകളും തൊട്ടു മുമ്പിലുള്ള തീരെ വീതി കുറഞ്ഞ പർവ്വതത്തിന്റെ ചെരുവിൽ കൂടെയുള്ള വഴികളും കാണാൻ സാധിക്കാതെ കുറച്ചധികം ബുദ്ധിമുട്ടി. അതുകൂടാതെ അവിടെ ചെന്നപ്പോൾ വളരെ ശക്തിയായിട്ടുള്ള മഞ്ഞ് കാറ്റും അതും വലിയൊരു പ്രശ്നമായി. ഏകദേശം ഒരു അരമണിക്കൂർ നേരം മുകളിലേക്ക് എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് മുതൽ അവിടെ ചെന്ന് ആഷിക്കി പാർക്കിൽ ചെന്ന് അവിടെ ഞങ്ങൾക്ക് ഏകദേശം അന്ന് ക്യാമ്പ് ചെയ്യേണ്ടി വന്നത് ഒരു 15 പേരോളം കിടക്കുന്ന സ്ഥലത്ത് അന്ന് രാത്രി ഞങ്ങളൊരു 30-35 പേരിനടുത്താണ് അന്ന് രാത്രി തിങ്ങി നിറഞ്ഞു കിടന്നത്. ആ ക്യാമ്പിലേക്കാണ് അന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ മോശമായിരുന്നെങ്കിലും ചെന്ന് കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പിയെ കുടിച്ച് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഈ മൂടൽമഞ്ഞൊക്കെ മാറി ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മുഴുവൻ കാണാൻ സാധിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. ഈ ആഷിക്കി പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുകയല്ലേ ഈ വീഗാലാൻഡ് അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ചില പാർക്കുകൾ, വൈകുന്നേരം പോയിരിക്കുന്ന പാർക്കുകൾ, ഹിമാലയത്തിന് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് കളിക്കാനും ഉല്ലസിക്കാനും ഉള്ള സൗകര്യങ്ങൾ എന്നൊക്കെയല്ലേ. വളരെ ചെറിയ സൗകര്യം, വളരെ ചെറിയ ടെൻറ്റുകൾ, ചെറിയ കല്ലുകൊണ്ട് കിട്ടിയ 1-2 വീടുകൾ, അതിനുള്ളിലുള്ള താമസം, ചുറ്റും മൂടൽമഞ്ഞാൽ മൂടിക്കിടക്കുന്നു. പിന്നെ ഒന്ന് മാത്രം, നമ്മൾ കാണാത്തതാണ് നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കാത്തതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അനുഭവിച്ചെന്തെന്ന് അവർ തന്നെ നേരിട്ട് വരട്ടെ.
ആഷിഖി പാർക്കിന് ഈ പേര് പറയാനൊരു കാര്യമുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ രസകരമായ കാര്യമാണ് കേട്ടോ. പാർക്കെന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇത് ആളുകളിട്ട പേരാണല്ലോ, അല്ലെങ്കിൽ ഈ ദൈവങ്ങളിട്ട പേരല്ല. ആളുകളിട്ടപ്പോൾ അതിന് പേരിടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും കൂടി വളരെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം പരിണയിച്ച ഒരു സ്ഥലമാണത്രേ, അല്ലവരെ ഒന്നു ചേർന്ന ഒരു സ്ഥലമാണത്രേ. അപ്പോൾ എന്താ എത്ര ലോകത്തിലെ ഈ ശക്തിയുടെ മൂർത്തിഭാവങ്ങളായ, അല്ലെങ്കിൽ പുരുഷ ശക്തിയുടെയും സ്ത്രീ ശക്തിയുടെയും മൂർത്തിഭാവങ്ങളായ ശിവനും പാർവതിയും കൂടെ ഒരുമിച്ച് രമിച്ച സ്ഥലം ആഷിഖി പാർക്ക്. ഇപ്പോൾ ആഷിഖി പാർക്കിന് ചുറ്റും വൈകുന്നേരം കാലാവസ്ഥ മാറിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചകൾ മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നീട് അന്ന് വൈകുന്നേരം ഒരു 7 മണിയോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ ഈ പോർട്ടർമാരെ, ഞങ്ങളുടെ മാത്രമല്ല വേറെ ഒരു 3-4 യാത്രാ സംഘങ്ങളും അവരുടെ പോർട്ടർമാരും ഇവിടെ ഉണ്ടായിരുന്നു, ആഷിഖി പാർക്കിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ പാചകം, ചുറ്റും വട്ടം കൂടിയിരുന്ന് തീയൊക്കെ കൂട്ടി ഒന്ന് രണ്ട് അടുപ്പൊക്കെ കൂട്ടി അവരുടെ പാചകമായിരുന്നു പിന്നീട് വൈകുന്നേരം അങ്ങോട്ട് ഒരു 7 മണി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു 15 പേർക്ക് അല്ലെങ്കിൽ 18 പേർക്ക് കിടക്കാവുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്നൊരു 35 പേരോളം കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ, അതായത് വെളിച്ചം വരുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ മുകളിലേക്കുള്ള ട്രക്കിംഗ് യാത്ര തുടങ്ങി. മുകളിലേക്കുള്ളത് ആ ട്രക്കിങ്ങിനിടയ്ക്ക്, അതായത് ഒരു പർവ്വതത്തിൻ്റെ മുനമ്പിൽ, നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന ഒരു പർവ്വതത്തിൻ്റെ ഒരു മുനമ്പിലായിട്ട് കുറച്ച് കല്ല് കൂട്ടി വെച്ചിട്ട് ഒരു നല്ല കാണാൻ വളരെ ഭംഗിയുള്ള 14,000-15,000 അടി ഉയരത്തിലേക്ക് മാത്രം കാണുന്ന ഒരു ബ്രഹ്മകമലം എടുത്തു വെച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. അതിൻ്റെ ബാക്കി അവിടെ നോക്കിയാൽ കാണാം. ഇപ്പുറത്ത് ട്രക്കിങ്ങിൻ്റെ ആ മലമടക്കുകൾ കൂടിയുള്ള ഞങ്ങൾ വന്ന വഴി നേരെ കാണുകയും ചെയ്യാം. നല്ലൊരു പ്രത്യേക മുനമ്പായിരുന്നു, ഒരു പർവ്വതത്തിൻ്റെ മുനമ്പായിരുന്നു അത്.
അവിടുന്ന് ഏകദേശം ഒരു 4 മണിക്കൂറോളം 4-5 മണിക്കൂറോളം അടുത്ത ക്യാമ്പിലേക്ക്, അതായത് പിറ്റേ ദിവസത്തെ ഞങ്ങളുടെ ക്യാമ്പ് ഒരു ഗുഹയിലായിരുന്നു, അങ്ങോട്ട് വേണമെന്നാണ് അവിടെ നിന്ന് അറിയിപ്പ് കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ നേരത്തെ യാത്ര തുടങ്ങിയെങ്കിലും ഒരു 5 മണിയോട് കൂടിയിട്ട് യാത്ര തുടങ്ങിയെങ്കിലും ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയിട്ടാണ് ഈ ഗുഹയിലേക്ക് എത്തിച്ചേർന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഒരു ട്രക്കിങ് കൂടുതൽ ദുഷ്കരമായി വരികയായിരുന്നു മുകളിലേക്ക് പോകുന്തോറും. കൂടാതെ ഒരു വലിയ ഗ്ലേഷ്യർ, അതായത് 2 മലമടക്കുകൾ കൂടി കിലോമീറ്റർ കണക്കിന് താഴേക്ക് കിടക്കുന്ന, അടിയിൽ കൂടി വെള്ളം ഒഴുകുന്ന ശബ്ദവും കേൾക്കാം. അങ്ങനെ വളരെ വലിയൊരു മഞ്ഞ് പാളി, ഒരു ഗ്ലേഷ്യർ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യേണ്ടതായി വന്നു. വളരെ അപകടം പിടിച്ച ഒരു ഘട്ടമായിരുന്നു അത്. കാരണം അവിടുന്ന് ക്രോസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു അക്കരെ എത്താൻ. അതുകൂടാതെ മുകളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കല്ല് താഴത്തേക്ക് വരാം.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അലൈവ് ലിക്വിഡ് ഷെഫ്നർ. Be alive with Alive. വർണ്ണവസ്ത്രങ്ങൾക്കും വെള്ളവസ്ത്രങ്ങൾക്കും ലോകത്തിലെ നമ്പർ 1 ലിക്വിഡ് ഷെഫ്നർ അലൈവ് ലിക്വിഡ് ഷെഫ്നർ. അങ്ങനെ ആ ഗ്ലേഷ്യർ ക്രോസ് ചെയ്ത് ഒരു അരമുക്കാൽ മണിക്കൂറിനകം ഞങ്ങൾ അന്നത്തെ ബേസ് ക്യാമ്പായിട്ടുള്ള ഗുഹയിലേക്ക് എത്തി. അന്ന് രാവിലെ മുതൽ ഉച്ച വരെ കാര്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചുരുങ്ങിയ തോതിൽ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷമാണ് പിന്നെ അവിടുന്ന് കേട്ട വാർത്തയാണ് കൂടുതൽ ഞങ്ങളെ വിഷമിപ്പിച്ചത്. കാരണം ഗുഹയിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ശരീരത്തിന് മേലാന്നൊരവസ്ഥ തുടങ്ങി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേര് അവിടെ തന്നെ ഇനി മുകളിലേക്കില്ല എന്ന് പറഞ്ഞാൽ ഗുഹയെ തന്നെ അതിനകത്ത് തന്നെ ഒരു കിടക്കയൊക്കെ വിരിച്ച് അവിടെ കിടക്കുമായിരുന്നു. കമ്പിളിയൊക്കെ പുതച്ച് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുമായിരുന്നു അവർ. പിന്നെ അവർ 2 പേരും മുകളിലേക്ക് വന്നില്ല. ഉച്ചഭക്ഷണമാണ് കുക്കറിൽ തയ്യാറാവുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5 പേര് 1 മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക്, അതായത് പാർവതി കുണ്ട് എന്ന് പറയുന്ന ഒരു തടാകം, പാർവതി സരസാണ് പിന്നെ അടുത്തതായിട്ട് കാണാനുള്ളത്. അവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂർ ട്രക്കിംഗ് നടന്ന് ഈ പറയുന്ന പാർവതി സരസിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ 3 പേര് കൂടി അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോരുകയായിരുന്നു. അങ്ങോട്ടുള്ള യാത്രയും പിന്നെ ഇപ്പം ഇതുവരെ വന്ന മലമടക്കുകൾ കൂടി അല്ലായിരുന്നു. വെച്ചാൽ വളരെ കാഠിന്യമേറിയ വളരെ വലിപ്പമുള്ള പാറക്കെട്ടുകൾക്കുള്ളിൽ കൂടിയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്ര. ഈ പാർവതി സരസ് വരെയാണെങ്കിലും അവിടുന്ന് മുകളിലേക്കാണെങ്കിലും ഏറ്റവും കഠിനമായിട്ടുള്ള യാത്രയായിരുന്നു ഈ പാറക്കെട്ടുകൾക്ക് ഇടയിൽ കൂടി.
അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പാർവതി സരസ്, ഈ കടുപ്പമുള്ള പാതയിൽ കൂടി നടന്ന് പാർവതി സരസ് എത്തി. അവിടെ ഒരു കുറച്ച് നേരം വിശ്രമിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ പിന്നെ അവിടുന്ന് മുകളിലേക്ക് യാത്രയായുള്ളൂ. ബാക്കി കൂടെ ഉണ്ടായിരുന്ന 5 പേര് പിന്നെ അങ്ങോട്ട് പോയതിൽ 3 പേരും തിരിച്ച് ഗുഹയിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇത്. ശരീരം വളരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാരണം ഭക്ഷണത്തിൻ്റെ കുറവും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ക്ഷാമം, തണുത്ത മഞ്ഞ്, കാറ്റ്, ഇതെല്ലാം ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഖിൽ, അദ്ദേഹം എൻ്റെ കൂടെ മുകളിലേക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി തുടർന്ന് അങ്ങോട്ട് മുകളിലേക്ക് എത്തിച്ചാൻ സഹായിച്ച 1-2 ഘടകം ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ, ഒന്ന്, ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര പൂർത്തിയാവണമെങ്കിൽ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ മുകളിലേക്ക് എത്തണം എന്നൊരു ചിന്ത. അപ്പോൾ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നേരെ കുത്തനെയുള്ള കയറ്റം, ഇതുവരെയുള്ള കയറ്റം പോലെ അല്ലായിരുന്നു. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും 1 കിലോമീറ്ററോ മറ്റോ മുകളിലേക്ക് കയറിയാൽ മതി, അത്രയുണ്ടാവും. 1 കിലോമീറ്റർ താഴെയേ ഉള്ളൂ കൈലാസത്തിന് അടുത്തേക്ക് ചെല്ലാൻ. അവിടെ നിന്ന് ആ 1 കിലോമീറ്റർ താഴെ ഞങ്ങൾ കവർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത് സമയം എടുത്തിട്ടുണ്ട് ഞങ്ങൾ മുകളിലേക്ക്. അതായത് ഓരോ അടിയും കയറുമ്പോൾ ഇടയ്ക്ക് നിന്ന്, അതിനിടയ്ക്ക് 3 പ്രാവശ്യം ഓക്സിജൻ്റെ ക്ഷാമം കൊണ്ട് തല കറങ്ങി മുമ്പിലെ പാറക്കെട്ടിലേക്ക് കൈ ഉയർത്തി നിൽക്കേണ്ട ഒരവസ്ഥ 3 പ്രാവശ്യം ഞങ്ങൾക്ക് 3 പേർക്കും പല പ്രാവശ്യം ഉണ്ടായി ഈ യാത്ര. ഞങ്ങളുടെ കൂടെ വന്ന അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നേപ്പാളിൽ നിന്നുള്ള ഒരു ഷെർപ്പയാണ് അദ്ദേഹത്തിന് പോലും തലവേദന പോലെയുള്ള കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ശാരീരികമായിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു മുകളിലേക്കുള്ള തുടർന്ന് അങ്ങോട്ടുള്ള കയറ്റത്തിൽ. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് നേരെ കൈലാസ പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ ആ ശിവലിംഗത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തി. അതായത് ഏകദേശം ഒരു 50 അടി പൊക്കവും ഒരു 15 അടിയോളം വീതിയുമുള്ള ഒരു ശിലാപാളിയാണ് അവിടുത്തെ ശിവലിംഗമായിട്ട് കരുതി ആരാധിക്കുന്നത്. അതിന് തൊട്ട് താഴെ നേരെ മുമ്പിൽ തന്നെ നമ്മൾ വളരെ വലിയൊരു കൊക്കയാണ് കാണാൻ സാധിക്കുക. ഒരു സൈഡിൽ കൂടി നമ്മൾ കയറി വരുന്ന വഴി, ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ഞങ്ങൾ കയറി വരുന്ന വഴി. അപ്പോൾ ഈ ഞങ്ങൾ കയറി വരുന്ന വഴിക്കും ഈ കൊക്കയ്ക്കും ഇടയിൽ കൂടി ഏകദേശം ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാം. ആ വീതിയിൽ ഒരു കല്ലാണ് ഈ ശിവലിംഗത്തിൻ്റെ ചുവട്ടിലേക്ക്, അതായത് അവിടെയുള്ള ഈ ബിംബത്തിൻ്റെ ചുവട്ടിലേക്ക് ഈ ചെറിയ ഒറ്റയടി പാതയാണ്. അതാ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഭക്തരെ സമർപ്പിച്ച പൂജാദ്രവ്യങ്ങൾ, കൂവളത്തിൻ്റെ ഇല, ബ്രഹ്മകമലം, അനവധി ശൂലങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുകളിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ വേണ്ടത്ര പകർത്താൻ പോലും ശാരീരികമായിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എങ്കിലും പരമാവധി പറ്റുന്നിടത്തോളം അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാനം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ കൈലാസത്തിലെ കൈലാസത്തിലെ ശിവലിംഗ പർവ്വതത്തിന് നേരെ താഴെ എത്തിയത്. 7 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഇപ്പോൾ കുറഞ്ഞ് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. 5 പേരും മുക്കാൽ ഭാഗം എത്തിയപ്പോൾ ഓരോരുത്തരായിട്ട് തിരിച്ച് ക്യാമ്പിലേക്ക് മടങ്ങി. ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ശരീരം ഒട്ടും സമ്മതിക്കാത്ത അവസ്ഥ, തണുപ്പും ഓക്സിജൻ തീരെ കുറവാണ്. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ 2 പേരും ഇവിടെ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു കൂടെ, വഴി കാണിക്കാൻ അദ്ദേഹമായിരുന്നു കൂടെ വന്നത്. ഞങ്ങൾ 9 പേര് പോകുന്നതിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ നിലവിൽ.
2 അടി വീതിയിലുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിലേക്കൂടെ നടന്നു വന്ന് വേണം ശിവലിംഗത്തിൻ്റെ ഹിമാലയൻ കാക്കയാണെന്നാണ് ഇവർ പറയുന്നത്. ഓഹ്, ഇതാണ് കിന്നര കൈലാസ പർവ്വതം. ഇവിടുത്തെ വളരെ ഗംഭീരമായിട്ടുള്ള ശിവലിംഗം 50 അടി പൊക്കമാണ് ഇതിന് പറയുന്നത്. ഇത്രയും കാറ്റും മഞ്ഞ് വീഴ്ചയും ഒക്കെ ഉള്ളിടത്ത് ഇത്രയും ഒറ്റയ്ക്ക് ഇത്രയും 50 അടി ഉയരത്തിൽ ഇത്രയും വീതിയിൽ ഒരു ശിവലിംഗം നിൽക്കുക എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നി. मोक्षदक्षं सुभिक्षं गङ्गाङ्गं दिव्यलिङ्गं गजमुखविनुतं सान्नपूर्णा समक्षं वेदार्थं व्यासपीठं सुरमुनिसहितं शान्तिदातं सखान्तं विश्वेशं चित्प्रकाशं श्रितजनवरदं काशीनाथं नमामि. അത്യാവശ്യം വരുന്നവർക്ക് പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കാനും പൂജ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുവരെ സമർപ്പിച്ച കൂളത്തലയും ബ്രഹ്മകമലവും ഒക്കെ ഇവിടെ നേരിട്ട് കാണാം. അനവധി ശൂലങ്ങളും ഇവിടെ ചാർത്തിയ ധാരാളം പട്ടുകളും विधिलिखितं मोक्षदक्षं सुभिक्षं गङ्गाङ्गं दिव्यलिङ्गं गजमुखं
മഞ്ഞുകാറ്റിനെ നേരിടാനായിട്ട് താഴെ ഒരു സൈഡിൽ താന്നിരിക്കുകയാണ്. ഈ ശക്തിയായ മഞ്ഞുകാറ്റ് കഴിഞ്ഞിട്ട് വേണം എഴുന്നേറ്റ് താഴത്തേക്ക് പോകാൻ. ഒരാൾക്ക് മാത്രം കൊണ്ടു കിടക്കാവുന്ന ഇതുപോലെയുള്ള ചെറിയ കല്ലിൻ്റെ ഇടുക്കുകളും ഇതുപോലുള്ള യാത്രകൾ കാണാവുന്നതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു പൂജ അല്ലെങ്കിൽ ചെറിയ തോതിലൊരു നേദ്യം കഴിച്ചു. അവിടെയുള്ള നേദ്യത്തിന് ഭക്തരെ സമർപ്പിച്ചിരിക്കുന്ന ആപ്പിൾ, അതുപോലെ തന്നെ ഉണങ്ങിയ മുന്തിരി, ഇതൊക്കെ കൊണ്ടൊരു നേദ്യമൊക്കെ കഴിച്ചു. അങ്ങോട്ട് കടന്നു കിടക്കുമ്പോൾ കനത്ത മഞ്ഞ് കാറ്റ് കാരണം എന്ന് വെച്ചാൽ കയ്യിൽ തീർത്ഥമൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ ആ വെള്ളം പോലും തെറിച്ചു പോകുന്ന അത്ര ശക്തിയായിട്ടുള്ള കാറ്റ്, അപകടം പിടിച്ച കാറ്റായിരുന്നു. ആ ഒറ്റയടി പാതയിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വളരെ പേടിച്ചാണ് മുമ്പോട്ട് നീങ്ങിയത്. അതുകൂടാതെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നമുക്ക് അതിൻ്റെ വിഷ്വൽ ഒരിക്കലും എടുത്തിട്ടില്ല. എങ്കിൽ പോലും കരഞ്ഞുകൊണ്ട് സന്തോഷിച്ച വളരെ ജീവിതത്തിലെ ചുരുങ്ങിയ സന്ദർഭങ്ങളിലൊന്നായിരുന്നു അത്. കാരണം ശരിക്കും അത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പോലും വളരെ സന്തോഷം തോന്നിയ, അങ്ങേയറ്റം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയധികം അനുഭൂതി തോന്നിയ ചില നിമിഷങ്ങളായിരുന്നു അത്. विधिलिखितं मोक्षदक्षं सुभिक्षं गङ्गाङ्गं दिव्यलिङ्गं गजमुखविनुतं सान्नपूर्णा समक्षं वेदार्थं व्यासपीठं सुरमुनिसहितं शान्तिदान्तं सुखान्तं. അപ്പോൾ അവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞു. അന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, തീരെ കുറവായിരുന്നു, മോശം. അപ്പോൾ ഇവിടെ നേദിച്ച സാധനങ്ങൾ, അതായത് 3-4 ആപ്പിൾ ഉണ്ടായിരുന്നു, അതുകൂടാതെ പേരയ്ക്ക പോലത്തെ അങ്ങനെ എന്തോ അവിടുത്തെ ഒരു പ്രത്യേക ഫലങ്ങൾ, അതുകൂടാതെ കുറച്ച് ഉണക്കമുന്തിരി, ഇതൊക്കെ അവിടെ ഇരുന്നത് അവിടുത്തെ പ്രസാദമായിട്ടെടുത്ത് സ്വീകരിച്ച് അത് കഴിച്ച് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചതിന് ശേഷമാണ് തിരിച്ച് താഴത്തേക്കുള്ള കുത്തനെയുള്ള ഇപ്പോൾ നമ്മൾ കയറിപ്പോകുന്ന അതേ റൂട്ടിലുള്ള ഇറക്കം. ശരീരത്തിന് കുറച്ച് ആശ്വാസമായെങ്കിലും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള മഞ്ഞ് കാറ്റ്, ഈ കാറ്റിനെ പ്രതിരോധിക്കാൻ ഒരു തരത്തിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാറ്റ് വന്നാൽ ഒരു 5 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാറ്റ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് നേരെ കുനിഞ്ഞ് പാറയുടെ താഴെ കുനിഞ്ഞ് ഇരുന്നതിന് ശേഷം, ഈ കാറ്റ് മാറിയതിന് ശേഷമാണ് എഴുന്നേറ്റ് താഴത്തേക്ക് ഇറക്കം പിന്നീട് ഇറങ്ങി തുടങ്ങുന്നത്. അങ്ങനെ ഏകദേശം താഴെ എത്തി, ആ പാറക്കൂട്ടം കഴിഞ്ഞ് ആ കുത്ത് ഇറക്കം കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴേക്കും നമുക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ ഒരുപാട് അപ്പുറമായിപ്പോയി ശരീരത്തിൻ്റെ അവസ്ഥ. പലപ്പോഴും തുറന്നു പറയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പല പ്രാവശ്യം റോഡ് സൈഡിലിരുന്ന് തിരിച്ചെത്താൻ പറ്റുമോ എന്ന് അറിയാൻ വയ്യാതെ പേടിച്ച് കരഞ്ഞു. കൂടെയുള്ള ഒരു പോർട്ടറുണ്ട്, അതുകൂടാതെ എൻ്റെ കൂടെ ഇപ്പോൾ പറഞ്ഞ അഖിലുണ്ട്. സമാധാനിപ്പിക്കണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട് ഈ കരയുന്നത് കാണുമ്പോൾ, ഈ അവസ്ഥ കാണും. പക്ഷേ അവരും വ്യത്യസ്തമായിട്ടൊരവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തരത്തിൽ അന്ന് വൈകുന്നേരം ഒരു 7:30-8 മണിയോട് കൂടിയിട്ട് 7:30 കഴിഞ്ഞ് തീരെ അങ്ങ് വെളിച്ചം പോയിരുന്നു. ഞങ്ങൾ മൊബൈലിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് താഴത്തേക്ക് എത്തിയത്. ഒരു 7:30-8 മണിയോട് കൂടിയിട്ട് തിരിച്ച് ഗുഹയിൽ എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ. ഈ ചെറു കാഴ്ചകൾ കണ്ടിട്ട് അതിനെ മഹാസംഭവമായി പറയുന്ന ആളുകൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാവുമല്ലേ, നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ എന്ത് ചെറിയ കാഴ്ചകളായിരുന്നു, നമ്മൾ അനുഭവിച്ചതൊക്കെ എന്ത് ചെറിയ അനുഭവങ്ങളായിരുന്നു എന്നൊക്കെ അല്ലേ. എത്ര സാഹസികമായിട്ടാണ് ഇവർ മുകളിലേക്ക് കയറുന്നത്, എത്ര സൂക്ഷ്മമായിട്ട്, ആ കല്ലിടുക്കിനിടയിലൂടെയൊക്കെ ഇവരുടെ യാത്ര കാണുമ്പോൾ ശരിക്കും നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചും വരണ്ടേ എന്നൊരു ചിന്ത പോലും ഇല്ലാതെ അവർ നടന്ന് അകലുകയാണ് അങ്ങ് കൈലാസത്തിൻ്റെ നെറുകയിലെത്താൻ, ആ ശിവലിംഗത്തിനൊപ്പം വന്നെത്താൻ. विधिलिखितं मोक्षदक्षं सुभिक्षं गङ्गाङ्गं. അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ നിർവൃതി
ഈ കാഴ്ച അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിമനോഹരമായ, അല്ലെങ്കിൽ അതിനെന്താ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. നമ്മളെല്ലാം ലോകത്തിൻ്റെ നെറുകയിലെത്തിയ പോലെ, ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന് മഹാസുഖങ്ങൾ അനുഭവിച്ചു തീരുന്ന ഒരു സ്വർഗീയ അനുഭവിച്ചു എന്നവർ പറയുമ്പോൾ നമ്മൾക്ക് തർക്കമുണ്ടാവില്ല അല്ലേ? അത്രയ്ക്ക് മനോഹരമായില്ലേ, അത്രയ്ക്ക് ഭംഗിയായില്ലേ ഈ കാഴ്ച. ലിംഗം ഗജമുഖ വിനുതം സാനപൂർണ സമക്ഷം വേദാന്തം വ്യാസപീഠം സുരമുനി സഹിതം ശാന്തിദാന്തം സകാന്തം വിശ്വേശം ചിത്പ്രകാശം ശ്രിതജനപരദം കാശിനാഥം നമാമി. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഗുഹാവാസികളായിരുന്നല്ലോ അല്ലേ? അങ്ങനെ അതും ഈ നമ്മൾ ഈ ഹിമാലയയാത്രയിൽ അനുഭവിക്കുന്നതൊക്കെയാണ്. നമ്മൾ ആധുനിക സൗകര്യങ്ങളെല്ലാം വെടിയുന്നു, പഴമയുടെ സൗന്ദര്യങ്ങളിലേക്ക്, ആ സൗകര്യങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടുന്നു. ഗുഹാവാസം പോലുള്ള ആ ഒരു അനുഭവം കൂടി ഇതിനോടൊപ്പം പങ്കുവെക്കുകയാണ് അവർ. അപ്പോൾ ആ ഒരു സുഖം, അതായത് എല്ലാം വെടിഞ്ഞാലും പ്രകൃതി നമുക്ക് വേണ്ടി കുറച്ച് സ്ഥലം ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ താമസിക്കാൻ. ഭിക്ഷം ഗംഗാംഗം ദിവ്യലിംഗം ഗജമുഖ വിനുതം സാനപൂർണ സമക്ഷം വേദാന്തം വ്യാസപീഠം സുരമുനി സഹിതം ശാന്തിദാന്തം സകാന്തം വിശ്വേശം ചിത്പ്രകാശം ശ്രിതജനപരദം കാശിനാഥം നമാമി. പറഞ്ഞ് തീരുന്നില്ല, കണ്ട് കഴിഞ്ഞില്ല ഹിമാലയത്തിൻ്റെ അതിമനോഹരവും അതിസാഹസികവുമായ യാത്രയുടെ ദൃശ്യങ്ങൾ. അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ നല്ല നാടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ఓంకారం సృష్టిసారం విధి విధి లిఖితం మోక్షదక్షం